നമസ്കാരം. തുറമുഖ സമരത്തിൽ പങ്കെടുത്ത നിരവധി പോരാളികളെ കുറച്ചുപേരെയെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട സാലി ഹാജിയാണ് സെയിലിംഗ് മന്ത്രി പരിചയപ്പെടുത്തുന്നത്. ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലും മരണപ്പെട്ടവരുടെ ഇടയിലും ഏറ്റവും പ്രായം കൂടിയ ആൾ സലി ഹാജിയാവും. 84 വയസ്സോ 85 വയസ്സോ ആയിട്ടുണ്ട്. ഏറ്റവും ശക്തമായി പ്രസംഗവേദികളിലൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിപ്പിച്ച ആളാണ് ശ്രീ സലി ഹാജി. എങ്ങനെയാണ് ഈ തുറമുഖ വിഷയത്തിൽ അദ്ദേഹത്തിന് നേരത്തെ താല്പര്യമുണ്ടായിരുന്നു, പക്ഷെ നേരിട്ടുള്ള പ്രവർത്തനത്തിൽ എങ്ങനെയാണ് അദ്ദേഹം എത്തിച്ചേർന്നത്? ഞാൻ പല നിവേദനങ്ങളും കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും വിഴിഞ്ഞം തുറമുഖനെ സംബന്ധിച്ച് കൊടുത്തിരുന്ന ഒരു മറുപടി പോലും എനിക്ക് ലഭിക്കില്ലായിരുന്നു. അങ്ങനെ അത് ദുഃഖിച്ചിരിക്കുമ്പോഴാണ് സൂര്യ TV കാണേണ്ടി വന്നത്. ആ സൂര്യ TVയിൽ അണിയറ എന്നൊരു ഭാഗം ഉണ്ടായിരുന്നു. അതിൽ നോക്കിയപ്പോൾ ഏലിയാസ് ജാൻ എന്ന് തിരുവനന്തപുരത്ത് ഒരു യുവ വ്യക്തി ഒരു വളരെ ബുദ്ധിപരമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ആ ചർച്ച ഞാൻ ദിവസവും കേൾക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അങ്ങനെ ആണ് ഞാൻ ഏലിയാസ് ജാനുമായിട്ട് ബന്ധപ്പെടുന്നത്. ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഏലിയാസ് ജാൻ എന്താണെന്നും ഏലിയാസ് ജാനിന്റെ തലയിൽ എന്തൊക്കെ വികസന പ്രക്രിയകൾ കുടികൊള്ളുന്നുവെന്നും അത് ഫലവത്തായി പ്രദർശിപ്പിക്കാൻ കഴിയാതെ പുള്ളി അനുഭവിക്കുന്ന ദുരിതങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം തുടങ്ങിയ സമരത്തിൽ ഞാൻ പങ്കാളിയായി. വിഴിഞ്ഞ സമരത്തിൽ ആ സമരത്തിൽ 10-30 വർഷത്തോളം ഞങ്ങൾ സമരം ചെയ്തു. വളരെ ദുരിതങ്ങൾ അനുഭവിച്ചു. ആ തുറമുഖ പ്രദേശത്ത് ഞങ്ങൾ അടികൊണ്ട് ഓടേണ്ടി വരെ വന്നിട്ടുണ്ട്. അവസാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഞങ്ങൾ നിവേദനമായി പോയാൽ അദ്ദേഹം ഒരു വാക്ക് തന്നു, ഞാൻ മുഖ്യമന്ത്രിയായി ഇരിക്കുകയാണെങ്കിൽ ഈ തുറമുഖം പ്രാവർത്തികമാക്കിയിട്ടേ ഞാൻ ഇറങ്ങിപ്പോകൂ എന്നൊരു വാഗ്ദാനം തന്നു. പൊതുപ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. കോൺഗ്രസ് പശ്ചാത്തലവും പാരമ്പര്യവും ഒക്കെയുള്ള ശ്രീ സാലി ഹാജി അതിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. ധാരാളം കാര്യങ്ങൾ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നാട് വികസിക്കണം എന്നുള്ള ഒരു താല്പര്യക്കാരനായിരുന്നു ഞാൻ. പ്രത്യേകിച്ച് ഞാൻ ചിന്തിച്ചിരുന്നത് വിഴിഞ്ഞം തുറമുഖമായിരുന്നു. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. പല രീതിയിൽ എനിക്ക് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നത്, ചെറുതിലെ കുട്ടിക്കാലത്തെ കാണുന്ന കാര്യങ്ങൾ വ്യക്തമായി അതാത് അധികാരികൾക്ക് ഞാൻ എഴുതുമായിരുന്നു. കുട്ടിക്കാലത്തെ ഒരു സ്വഭാവമായിരുന്നു അത്. കേരള സർക്കാരിലെ അധികാരികൾക്കും കേന്ദ്ര സർക്കാരിലെ അധികാരികൾക്ക്, ഈവൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് വരെ ഞാൻ കത്തെഴുതുന്ന സ്വഭാവക്കാരനായിരുന്നു. ഇന്ത്യൻ പ്രസിഡന്റ് കത്തെഴുതുമായിരുന്നു. യുണൈറ്റഡ് നേഷൻ ജനറൽ സെക്രട്ടറി കത്തുമായിരുന്നു. ഇങ്ങനെ അതൊക്കെ എൻ്റെ ഗോപ്യമായ എൻ്റെ വ്യക്തിപരമായ പ്രവർത്തനങ്ങളായിരുന്നു. അതിൽ 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഫലവത്തായത്. ഞാനൊരു പ്രാവശ്യം മനോരമ പത്രം ഞാൻ വായിക്കാറില്ല, പക്ഷേ ഒരു ദിവസം എവിടെയോ ഞാൻ ഇരുന്ന് മനോരമ പത്രം ശ്രദ്ധിച്ചപ്പോൾ അതൊരു 2 കാളം ഞാൻ ശ്രദ്ധിച്ചു. ഒന്ന്, മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ച് കേരളം അശ്രദ്ധയിലാണ്, യാതൊരു നടപടികളും കോടതിയിലുള്ള കേസിൽ അഫിഡവിറ്റ് പോലും കൊടുക്കത്തില്ല എന്നൊരു കാളം. 2ാമത്തെ കാളം, ഇന്ത്യയിൽ കെട്ടിക്കിടക്കുന്ന കേടായ അരി പൂഴ്ത്തിക്കളയാൻ പോകുന്നു എന്നൊരു വാർത്ത. ഇതെന്നെ മനസ്സിനെ വേദനിപ്പിച്ചു. 2 കാര്യവും എന്നെ മനസ്സിനെ വേദനിപ്പിച്ചു. ഞാൻ അപ്പോൾ ചെയ്തത്, അന്ന് പ്രസിഡന്റ് KR നാരായണൻ സാറായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ കത്തെഴുതി. ഈ അണക്കെട്ടിനെ സംബന്ധിച്ചും പൂഴ്ത്തി വയ്ക്കുന്ന അരി അത് ശരിക്കും പരിശോധിച്ച് നല്ല അരികൾ പാവപ്പെട്ടവർ വിതരണം ചെയ്യണമെന്നും അഭ്യർത്ഥിയുണ്ടായിരുന്നു എൻ്റെ കത്ത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാനൊരു വാർത്താ പത്രത്തിൽ വായിച്ചു, കേടായ അരി പൂഴ്ത്തി വയ്ക്കുന്ന തീരുമാനം റദ്ദ് ചെയ്തു എന്നും അത് തരംതിരിച്ചെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു എന്നും ഉള്ള വാർത്തയാണ് ഞാൻ കണ്ടത്. ഞാൻ സന്തോഷിച്ച ദിവസമായിരുന്നു അത്. അത് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കത്ത് കിട്ടി. അതായത് കേരള ഗവൺമെന്റിൽ നിന്നും, കേരള സർക്കാർ ജലവിഭവ വകുപ്പിൽ നിന്നൊരു കത്ത്. ആ കത്തിൽ പറഞ്ഞിരുന്നത്, താങ്കളുടെ കത്തിൽ പറഞ്ഞ പ്രകാരം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വേണ്ടി കോടതിയിൽ സർക്കാർ
അവിടെ വിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അതിന്റെ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞൊരു കത്ത് എനിക്ക് കിട്ടി. അത് ജലവിഭവ സെക്രട്ടറി ആയിരുന്നു. അത് കേരള ഗവൺമെന്റിനാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ ഞാൻ വായിച്ചപ്പോൾ ഞാൻ അങ്ങനെ കേരള ഗവൺമെന്റിന് ഒരു നിവേദനം കൊടുത്തായിട്ട് ഓർമ്മയില്ല. ഞാൻ ആ സെക്രട്ടറിയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കത്ത് കിട്ടി, ഞാൻ നിങ്ങൾക്കൊരു പരാതി തന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞു നിങ്ങളെ പരാതിയാണ്. എന്നിട്ട് ടെലിഫോണിൽ എനിക്ക് അയാൾ സംസാരിക്കുന്നത് കേൾക്കാം. അയാൾ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ കത്ത് തന്നെയാണ്. ഞാൻ തർക്കിച്ചു, ഞാൻ കേരള ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്നിട്ടാണ് എന്നോട് പറയുന്നത്, നിങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റിന് പരാതി കൊടുത്തോ എന്ന് ചോദിച്ചു. ഞാൻ പറയാം ഇന്ത്യൻ പ്രസിഡന്റിന് പരാതി കൊടുത്തു. അതിന് നിങ്ങളിൽ നിന്ന് ഞാൻ മറുപടി എന്തിനാ കാണുന്നത്? അത് സോറി തെറ്റിപ്പോയി, ഞാൻ വീണ്ടും ഒരു കത്തയക്കാന്ന് പറഞ്ഞ് രണ്ടാമത് എനിക്ക് മറുപടി അയച്ചു. ഇന്ത്യൻ പ്രസിഡന്റ് നിങ്ങൾ അയച്ച നിവേദനം, അതായത് നമ്മൾ കൊടുത്ത നിവേദനം അതിന്റെ ക്രെഡിറ്റിൽ എടുക്കാൻ പോലും വന്ന് ഉദ്യോഗസ്ഥന്മാര് വിസമ്മതം പഠിപ്പിച്ചിരുന്നു. അതായെന്ന് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് മറുപടി കിട്ടി. പക്ഷേ ഒടുവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യവും നമ്മുടെ സർക്കാർ അവിടെ ഇട്ട് കൊടുത്തതായിട്ട് വാർത്ത വന്നു. ഞാൻ സന്തോഷിച്ചു. അത് കഴിഞ്ഞാണ് വിഴിഞ്ഞം തുറമുഖം. ആദ്യമേ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഇനി നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ പൊതുബോധം രൂപപ്പെട്ടു വന്നത്? സ്വാതന്ത്ര്യം നേടിയ കഷ്ടപ്പാടുകൾ, നമ്മുടെ മുൻഗാമികൾ പിതാമഹന്മാർ അനുഭവിച്ച ദുരിതങ്ങൾ, ഇതൊക്കെ പഠിച്ച് ആണ് ഞാൻ വളർന്നത്. പിന്നീട് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം തിരുവല്ലം BNV സ്കൂളിലായിരുന്നു. 7ാം ക്ലാസ് മുതൽ രാജ്യസ്നേഹപരമായ കാര്യങ്ങളിലാണ് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുള്ളത്. കാരണം ഞാനൊരു സ്കൗട്ടായിരുന്നു 7ാം ക്ലാസ്സിൽ. അത് കഴിഞ്ഞ് അന്നത്തെ 8ാം ക്ലാസ് പ്രവേശിച്ചപ്പോൾ ഞാൻ ACC കേഡറ്റായി. അത് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൽ കിടന്നപ്പോൾ NCC കേഡറ്റായി. അപ്പോൾ അങ്ങനെ രാജ്യസ്നേഹവും രാജ്യരക്ഷാ സംരംഭങ്ങളുമായുള്ള അടിസ്ഥാന വിദ്യാഭ്യാസങ്ങളിലേക്ക് എനിക്ക് മുന്നേറുവാൻ അവസരം ലഭിച്ചു. അതുമുതൽ രാജ്യം ഒന്നാണെന്നും ജനങ്ങൾ ഒന്നാണെന്നും മതങ്ങളെല്ലാം ഒരു സാമൂഹിക ചുറ്റുപാടുകളിൽ അവരുടെ വിശ്വാസം പുലർത്താനുള്ളതാണെന്നും, എന്നാൽ മനുഷ്യസ്നേഹം അത് മൊത്തത്തിൽ മനുഷ്യരാശിയെ അഭിവൃദ്ധിപ്പെടുത്തേണ്ട ഐക്യത്തിനുള്ളതാണെന്നും ഒക്കെ ആ കുട്ടിക്കാലത്തെ എനിക്ക് പഠിച്ചു മനസ്സിലാക്കുവാൻ സാധിച്ചു. അതനുസരിച്ചായിരുന്നു എൻ്റെ ചിന്താഗതികളെല്ലാം. തുറമുഖം കൊണ്ട് കാൽക്കാശിന്റെ പ്രയോജനം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അതിൽ അദ്ദേഹത്തിന് പരാതിയുമില്ല. ഭാവി തലമുറയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായി ശ്രീ സാലിഹാജി നമ്മുടെ മുമ്പിൽ ഇപ്പോഴുമുണ്ട്. കടലിലും കരയിലും തെരുവിലും ഞങ്ങൾ സമരവുമായിട്ട് നിന്നതിന്റെ ഫലമായിട്ട് ഒരു ദിവസം അത് പ്രഖ്യാപിച്ചു അദ്ദേഹം. അങ്ങനെയാണ് തുറമുഖം വന്നത്. അതിന് ഏലിയാസ് ജാൻ അനുഭവിച്ച ദുരിതം എനിക്ക് ഓർക്കാൻ പോലും കഴിയില്ല. പക്ഷെ ഏലിയാസ് ജാൻ തുറമുഖത്തിൽ ഒന്നുമില്ല. ഞങ്ങൾ ആരും അതിൽ പങ്കാളിയായവരോ സമരം ചെയ്തവരോ ഒന്നും ആ സീനിലോ പോലോ ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് പരാതിയില്ല. ഞങ്ങളെ തുറമുഖം നിലനിൽക്കണം, വികസിക്കണം, ലോകത്തെ തുറമുഖമായി മാറണം. ആ തുറമുഖം ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ പുരോഗതിയിൽ അടിസ്ഥാനം വിഴിഞ്ഞം തുറമുഖമാണ്. തുറമുഖം കൊണ്ട് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യം ഏറ്റവും മുൻപിൽ എത്താൻ പോകുന്നതും ലോകം അറിയുന്നതും ഇന്ത്യ വികസിക്കാൻ പോകുന്നതും വിഴിഞ്ഞം തുറമുഖം കൊണ്ടാണ്. പക്ഷേ അനുബന്ധമായി പൂവാർ ഷിപ്പ്യാർഡ് കൂടി പ്രാവർത്തികമായി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലോകത്തിന്റെ ഉന്നതിയിൽ എത്തുമെന്നുള്ളതിന് സംശയമില്ല. അതിനുവേണ്ടി സർക്കാരും അതായത് രാഷ്ട്രീയ ഭേദമന്യേ കക്ഷികളും ഭരണകക്ഷികളും ഒരുമിച്ച് നിന്നുകൊണ്ട് തുറമുഖത്ത് ഈ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തെ അഭിവൃദ്ധിക്കും പൂവാർ ഷിപ്പ്യാർഡ് നിർമ്മിതിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്നും വിനീതമായി അപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് വയസ്സായിപ്പോയി, എനിക്ക് 84 വയസ്സുണ്ട്. ഇത് കാണാനെന്നുള്ള കാര്യങ്ങളും അതുകൊണ്ടുള്ള പ്രതിഫലങ്ങളൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾക്ക് ഇത് ആവശ്യമില്ല. പക്ഷേ ഞങ്ങളുടെ തലമുറയ്ക്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉന്നതിക്ക് ഈ തുറമുഖം വിഴിഞ്ഞം തുറമുഖവും പൂവാർ ഷിപ്പ്യാർഡും അത്യന്താപേക്ഷിതമാണെന്നുള്ള കാര്യം ഭരണ പ്രതിപക്ഷങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അതിനെ പ്രാവർത്തികമാക്കണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുള്ളത്.